ഈ തെളിവ് ചിലവ് വരുമ്പോഴേ ഈ റിസർവ് ബാങ്ക് നോട്ടടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കമ്പട്ടം. അവിടെ ചെന്നിട്ട് 1500 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്നേ. അപ്പോൾ വി.ഡി. സതീശന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഈ ഗോവിന്ദൻ മാഷിനോടാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞു ലൈസൻസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റെയിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു. ഇത് രണ്ടും പോരാത്തതിന് റോഡ് എന്ന് പറഞ്ഞു. എന്നോടൊരു ബംഗാളി ചോദിക്കുകയാണ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ കുഴിയുള്ള റോഡാണ്. അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, രംഗണ്ണ പറയുന്നുണ്ടല്ലോ അംബാനോട്, അംബാനെ ശ്രദ്ധിക്കട്ടെ അബ്ബാനെ എന്ന് പറയാ. ആ നിലയിൽ നമ്മൾ കേരളത്തോട് പറയേണ്ടി വരികയാണ്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം ശ്രീ പി സി ജോർജ് ചേർന്നു. പി സി ജോർജ്, ശ്രദ്ധിക്കണമെന്നിങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ശ്രീ പി സി ജോർജ്? എൻ്റെ മുന്നിൽ നികേഷ്, ഞാനൊരു കാര്യം പറയാം. ഇതിലൊക്കെ മര്യാദക്ക് വണ്ടി ഓടിച്ചിടുന്നത് ഒരു അപകടവും നടക്കത്തില്ല, മനസ്സിലായില്ലേ? അല്ലെ വഴി തെറ്റിയവരൊക്കെ പൊളിച്ച് തെറിയാ പറയേണ്ടത്, മനസ്സിലായിക്കോണം.